കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാസ് കയറാൻ വേണ്ടി നോക്കുക. നിങ്ങൾ ആ മെസ്സേജ് പലരും ഞാൻ ഇട്ട സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്തോ 8:30 കഴിഞ്ഞിട്ട് കയറിയാൽ എന്നുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആ സമയം എടുക്കുന്നത് വരെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. ഈ സ്ലൈഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പൊ ഇവിടെ നമ്മൾ 2 കേസ് 36 വയസ്സും 63 വയസ്സും ഉള്ള 2 കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ, നമ്മൾ ആദ്യത്തെ കേസ് നമുക്ക് 36 വയസ്സുള്ള സമയത്താണെങ്കിൽ അല്ലെ, ഇത് പറയുമ്പോൾ അതൊരു അതർ കാറ്റഗറി ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ 60 താഴെ പ്രായമുള്ള ആളായതുകൊണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ 63 ഇയേഴ്സ് ആണ്. 60 കൂടുതൽ എന്നാൽ 80 താഴെ പ്രായമുള്ള കേസാണ് എന്ന് പറയുമ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആണ് രണ്ടാമത്തെ കേസിൽ വരുന്ന അസസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസിൽ എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി വരാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ അതർ ഇൻഡിവിജ്വൽസിന് ബാധകമായ റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞിട്ട് നോട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൽ 2.5 ലക്ഷം വരെ അല്ലെ, മിനിമം എക്സംഷൻ ലിമിറ്റ് ആണ് 2.5 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട്. ആ 2.5 ലക്ഷം വരെ ഇദ്ദേഹം ഒരു അതർ ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ടാക്സ് നില്ലാണ്, ടാക്സ് നിൽ. ഇനി നമ്മൾ നോക്കുക 12 ലക്ഷം രൂപയിൽ 2.5 ലക്ഷം കുറച്ചാൽ ഇനിയും 9.5 ലക്ഷം രൂപ കൂടെ ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ അടുത്തത് 9.5 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട് അടുത്ത സ്ലാബിലേക്ക് നമ്മൾ നോക്കിയാൽ അടുത്ത സ്ലാബ് നെക്സ്റ്റ് ₹2,50,000 അടുത്ത 2.5 ലക്ഷം രൂപക്കാണ്. അതിന് 5% ടാക്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുക 2.5 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ടിന്റെ 5% എടുക്കുക. അത് 12,500 രൂപയാണ് വരുന്നത്. മൊത്തം 5 ലക്ഷമായി അല്ലെ. 2.5 ലക്ഷം പ്ലസ് 2 ലക്ഷം 5 ലക്ഷമായി. ഇനിയും 7 ലക്ഷം രൂപ കൂടെ ഇദ്ദേഹത്തിന് ഇൻകം ബാക്കിയുണ്ട്. നമ്മൾ അടുത്ത സ്ലാബ് നോക്കുക. അടുത്ത സ്ലാബ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയുടെ സ്ലാബാണ്. അപ്പോൾ അവിടെ 5 ലക്ഷം ഇദ്ദേഹത്തിന് ബാക്കി ഇനിയും 7 ലക്ഷം രൂപ ഇൻകം ഉള്ളത് കൊണ്ട് അടുത്ത സ്ലാബിൽ മൊത്തം ഇൻകം ഉള്ള ആളാണ് ഇദ്ദേഹം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 5 ലക്ഷം തന്നെ ഫുൾ ആയിട്ട് എടുക്കുകയാണ്. നെക്സ്റ്റ് 5 lakh, അതിന് 20% ടാക്സ് ആണ് ബാധകമായിട്ടുള്ളത്. സോ 5 lakh into 20%. ദെൻ 5 lakh into 20% എന്ന് പറയുമ്പോൾ ₹1 lakh ആണ് ടാക്സിന്റെ എമൗണ്ട് വരും. ഇപ്പൊ എത്രയായി? 10 ലക്ഷം രൂപയായി. 2.5 പ്ലസ് 2.5 പ്ലസ് 5 അല്ലെ, 10 ലക്ഷം രൂപ നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 2 ലക്ഷം രൂപയാണ് ശേഷിക്കുന്നത്. ആ 2 ലക്ഷം രൂപക്ക് ബാധകമായ ടാക്സ് 30% ആണ്. അപ്പൊ ബാലൻസ് വരുന്ന എല്ലാ ഇൻകത്തിനും 10 ലക്ഷം കഴിഞ്ഞുള്ള എല്ലാ ഇൻകത്തിനും 30% ടാക്സ് ആയതുകൊണ്ട് ബാക്കി 2 ലക്ഷം രൂപക്ക് 30% ടാക്സ് എടുക്കുന്നു. 2 lakh into 30%, ദാറ്റ് ഈസ് ₹60,000. അപ്പൊ ഇതാണ് ₹12 lakhന്റെ ബേസിക് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 1,72,500. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസസി സർചാർജ് കൊടുക്കേണ്ട അസസി ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഇതിന് റിബേറ്റിന്റെ എമൗണ്ട് കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. റിബേറ്റിന്റെ എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം 5 ലക്ഷം വരെ ആണെങ്കിലേ റിബേറ്റ് കിട്ടുള്ളൂ. ഇവിടെ എത്ര ഇൻകം ഉണ്ട്? 12 ലക്ഷം രൂപ ഇൻകം ഉണ്ട് അല്ലെ. അതുകൊണ്ട് എന്ത് കിട്ടില്ല? റിബേറ്റിന്റെ എമൗണ്ട് കിട്ടില്ല. ഇദ്ദേഹത്തിന് സർചാർജ് ബാധകമാണോ നമുക്ക് നോക്കാം. നമ്മൾ സർചാർജ് 4 സ്ലാബുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ആദ്യത്തെ സ്ലാബ് പറയുന്നത് 50 ലക്ഷം രൂപയിൽ കൂടുതലും 1 കോടി വരെയുമാണെങ്കിൽ 10% എന്നാണ് അല്ലെ. അപ്പോൾ 50 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് എന്തില്ല? സർചാർജ് ഇല്ല. അപ്പൊ സർചാർജിന്റെ എമൗണ്ട് ഇദ്ദേഹത്തിന് ഒന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം അവിടെ, ആഡ് സർചാർജ്. സർചാർജിന്റെ എമൗണ്ട് ഇവിടെ നിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ടോട്ടൽ എമൗണ്ട് എടുക്കുകയാണ്. അപ്പൊ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ബേസിക് ടാക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. റിബേറ്റ് കിട്ടുന്ന ആളാണ് റിബേറ്റിന്റെ എമൗണ്ട് ആയി ആദ്യം കുറക്കണം. പക്ഷെ റിബേറ്റ് കിട്ടാത്ത ഒരാളായത് നമ്മുടെ നോക്കുന്നില്ല. അതിനുശേഷം നമ്മൾ സർചാർജിന്റെ എമൗണ്ട് ആഡ് ചെയ്യണം. സർചാർജ് ഇവിടെ 50 ലക്ഷം രൂപയിൽ താഴെ ഇൻകം ഉള്ള ആളാകുമ്പോൾ സർചാർജിന്റെ എമൗണ്ട് ഒന്നും വരുന്നില്ല, നില്ലാണ് വരുന്നത്. നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ ₹1,72,500 വരും അല്ലെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാക്സ് ഉള്ള ഒരാൾക്ക് നിർബന്ധമായിട്ടും എന്ത് വരും? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരും. എത്ര ഇൻകം ഉള്ള ആളാണെങ്കിലും ടാക്സ് കൊടുക്കുന്ന ഒരു എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസിന്റെ എമൗണ്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടാക്സിന്റെ എമൗണ്ടിന്റെ കൂടെ സർചാർജ് കൂട്ടിയ എമൗണ്ടിന്റെ 4% ആണ് നമ്മൾ ആ എമൗണ്ട് എടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ് 4% വരിക എന്നുള്ളത്. അപ്പൊ ₹1,72,500 എന്ന് പറയുന്ന എമൗണ്ടിന്റെ 4% നമ്മൾ എടുത്തു. ദാറ്റ് ഈസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. 4% ഓഫ് ₹1,72,500. ശ്രദ്ധിക്കുക, സെസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ടാക്സിന്റെ എമൗണ്ടിന്റെ മുകളിലാണ്, ഇൻകത്തിന്റെ മുകളിലല്ല. അപ്പോൾ ₹1,72,500 ആണ് ഇവിടെ സർചാർജ് ഉൾപ്പെടെ വരുന്ന ടാക്സിന്റെ എമൗണ്ട്. അപ്പൊ അതിന്റെ 4% ₹6,900 നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു.
ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ₹1,79,400. ഇതാണ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന എമൗണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഒരു ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 36 വയസ്സുള്ള അസസിയാണ് മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ. അതിന് 12 ലക്ഷം രൂപ ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം 2021-22 അസസ്മെന്റ് ഇയറിൽ കൊടുക്കേണ്ട ടാക്സിന്റെ എമൗണ്ട് ₹1,79,400 എന്ന് പറയുന്ന എമൗണ്ട് ആണ്. ഇതാർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? എനിബഡി? അജ്മൽ റാഫത്ത്, ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. ദീക്ഷിത്, എനി ഡൗട്ട്സ്? ഇല്ല സർ. ഇല്ല. ഓക്കെ. ദൃശ്യ, ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് കണ്ടു. ഇനി സെക്കൻഡ് കേസിലേക്ക് നമുക്ക് നോക്കാം. ദ ഏജ് ഓഫ് മിസ്റ്റർ എ ഈസ് 63 ഇയേഴ്സ്. 63 വയസ്സാണ് മിസ്റ്റർ എയുടെ പ്രായമെങ്കിൽ, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 60-ൽ കൂടുതലാണെന്നല്ല, 80-ൽ താഴെയാണ്. അപ്പൊ അദ്ദേഹം എന്താണ്? ഒരു സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആകുമ്പോൾ നമ്മൾ ഒരു സീനിയർ സിറ്റിസന് ബാധകമായ റേറ്റ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ റേറ്റ് വെച്ച് വേണം ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറയുന്നവർക്ക് പ്രത്യേക ടാക്സ് റേറ്റ് ആണ്. പക്ഷെ എങ്ങനെയാണെങ്കിലും മാത്രമേ കിട്ടുള്ളത്, അവർ റെസിഡന്റ് ആണെങ്കിൽ മാത്രമേ പ്രത്യേക ടാക്സ് അവർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ്, അയാൾക്ക് 80 വയസ്സുണ്ട്. നോൺ റെസിഡന്റ് ആണ്, അയാൾക്ക് 80 വയസ്സുണ്ടെങ്കിൽ നമ്മൾ അയാളെ സൂപ്പർ സീനിയർ ആയിട്ട് കാണാൻ പാടില്ല. നമ്മൾ അദ്ദേഹത്തെ അതർ ഇൻഡിവിജ്വൽ ആയിട്ട് വേണം കാണാൻ. കാരണം റെസിഡന്റ് ആയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസണും സൂപ്പർ സീനിയർ സിറ്റിസണും മാത്രമേ പ്രത്യേക ടാക്സ് ബാധകമായിട്ടുള്ളൂ. റെസിഡന്റ് അല്ലാത്തവർക്ക് എത്ര ഏജ് ഉള്ള ആളാണെങ്കിലും അവരെ നമ്മൾ അതർ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന റേറ്റ് വെച്ചാണ് ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് 63 ഇയേഴ്സ് ആണ്. നമ്മൾ മിസ്റ്റർ എ റെസിഡന്റ് ആണെന്ന് അസ്യൂം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റൻ അത് പ്രത്യേകിച്ച് നോൺ റെസിഡന്റ് ആണെന്ന് പറയാത്തത് കൊണ്ട് വി ആർ അസ്യൂമിംഗ് ദാറ്റ് മിസ്റ്റർ എ ഈസ് a resident and he is having the age of 63 years. He is assumed to be a senior citizen for the concerned assessment year. So we are going to the calculation of tax liability of Mr. A in this case. അപ്പോൾ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ there is a minimum exemption limit of ₹3 lakh, അല്ലെ? 3 ലക്ഷം വരെയുള്ള എമൗണ്ടിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ ആദ്യത്തെ 3 ലക്ഷം രൂപ നമ്മൾ എടുത്തു, ടാക്സ് നില്ലാണ്. ഇനി 9 ലക്ഷം കൂടെ ബാക്കിയുണ്ട്, അല്ലെ? 12 lakh rupees ആണ് ഇൻകം ഉള്ളത്, ബാക്കി ₹9 lakh കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത സ്ലാബ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ₹2 lakh, അടുത്ത 2 ലക്ഷം രൂപക്ക്, അല്ലെ? അതിന് 5% വരിക. 2 lakh into 5% ₹10,000 ആണ് ആ സ്ലാബിൽ വരുന്ന ടാക്സിന്റെ എമൗണ്ട്. അപ്പോൾ 5 ലക്ഷമായി. ഇനിയും 7 ലക്ഷം രൂപയുടെ ഇതിന് ഇൻകം ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത സ്ലാബിലേക്ക് നമ്മൾ നോക്കുന്നു. അടുത്ത 5 lakh rupees വരുന്ന സ്ലാബാണ്. നെക്സ്റ്റ് ₹5 lakh, 20%. Then 5 lakh in 20%, ₹1 lakh. Now it is total 10 lakh. അപ്പൊ മൊത്തം 10 ലക്ഷം രൂപയായി. ബാക്കി 2 ലക്ഷം രൂപ ഇവിടെ ഉണ്ട്, അല്ലെ? ആ 2 ലക്ഷം രൂപക്ക് ഓൺ ദി ബാലൻസ് ഓഫ് ₹2 lakh ടാക്സ് ഇസ് അറ്റ് 30%. So 2 lakh into 30%, ₹60,000. So what shall be the basic amount of tax? The basic amount of tax is 10,000 plus 1 lakh plus 60,000. That is ₹1,70,000. Okay. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിബേറ്റിന്റെ എമൗണ്ട് കുറക്കാൻ പറ്റില്ല. കാരണം 12 ലക്ഷം ഇൻകം ഉണ്ട്, അല്ലെ? 5 ലക്ഷം വരെ ഉള്ളവർക്ക് അത് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ 12 ലക്ഷം രൂപ ഉള്ളത് കൊണ്ട് റിബേറ്റിന്റെ എമൗണ്ട് ഇല്ല. നമ്മൾ സർചാർജിന്റെ എമൗണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. സർചാർജിന്റെ എമൗണ്ട് ഇവിടെ വരുന്നില്ല. കാരണം 50 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉള്ളവർക്ക് സർചാർജ് ഉള്ളൂ. അതിനേക്കാൾ കുറഞ്ഞ ഇൻകം ആയതുകൊണ്ട് സർചാർജിന്റെ എമൗണ്ട് 0 ആണ്. അപ്പൊ നമ്മൾ സർചാർജിന്റെ എമൗണ്ട് 0 കൂട്ടി കഴിയുമ്പോൾ സെയിം എമൗണ്ട് കിട്ടും, ₹1,70,000, അല്ലേ? ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇദ്ദേഹത്തിന് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. അത് ₹1,70,000 4% ആണ്. 1,70,000 into 4% is ₹6,800. നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ₹1,76,800, അല്ലെ? 1,76,800 രൂപയാണ്. അപ്പൊ 63 വയസ്സാണ് മിസ്റ്റർ എക്കെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ടാക്സ് 1,76,800. അതേ സമയത്ത് 60-ൽ താഴെ പ്രായമുള്ള സമിതികൾക്ക് ടാക്സ് കൊടുത്തിട്ടായിരുന്നു ₹1,79,400 ആയിരുന്നു, അല്ലെ? അപ്പൊ ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത്. അപ്പൊ ഏജിനനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ ടാക്സിന്റെ എമൗണ്ട് കുറയുന്നുണ്ട്. 1,79,400 പകരം ഇവിടെ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് ₹1,76,800 ആണ്. അപ്പൊ ഇതാണ് ആ 2 ഏജിലും വരുന്ന അസസീസിന് ഒരേ ഇൻകം ആണെങ്കിൽ തന്നെ ടാക്സിന്റെ എമൗണ്ടിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് അത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്സിസ് ബി ഫോർ അസസ്മെന്റ് ഇയർ 2021-22 if his total income was rupees 3,80,000 in previous year 2020-21. ഇവിടെ മിസ്സിസ് ബി ആണ് അല്ലെ, അസസ് ഒരു സ്ത്രീയാണ്. അപ്പൊ നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും വരുന്നില്ല. ഏജിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ടാക്സ് റേറ്റിൽ. അപ്പൊ അത് മിസ്റ്റർ ബി ആണെങ്കിലും മിസ്സിസ് ബി ആണെങ്കിലും ഒക്കെ തന്നെ സെയിം. പക്ഷെ കുറച്ചു കാലം മുമ്പ് വരെ ഫീമെയിലിന് വേറെ പ്രത്യേക ടാക്സ് റേറ്റ് ആയിരുന്നു, പ്രത്യേക ടാക്സ് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പോ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഒരേ ടാക്സ് റേറ്റ് ആണ്. അതിൽ ഏജിനനുസരിച്ചുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. എനിവേ, അപ്പൊ 2020-21 പ്രീവിയസ് ഇയറിൽ 3,80,000 രൂപ ഇൻകം ഉണ്ടായിരുന്ന മിസ്സിസ് ബി എത്ര എമൗണ്ട് ആണ് ടാക്സ് 2021-22 അസസ്മെന്റ് ഇയറിൽ കൊടുക്കേണ്ടി വരിക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ അസസിയുടെ ഏജ് പറയുന്നില്ല. സോ വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദ ഏജ് ഈസ് ലെസ് ദാൻ 60 ആൻഡ് ഷീ ഈസ് അസ്യൂംഡ് ആസ് another individual. Okay, so tax liability shall be up to rupees 2,50,000. ഫസ്റ്റ് സ്ലാബ് നമ്മൾ 2.5 ലക്ഷം വരെ എടുത്തു, ടാക്സ് നില്ലാണ്. ബാക്കി എത്ര ഇൻകം വരുന്നുണ്ട് നോക്കാം. 3,80,000 ഇൻകം അല്ലെ. സോ 3,80,000 മൈനസ് 2,50,000, ബാക്കി റുപ്പീസ് 1,30,000 വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത സ്ലാബ് എടുക്കുമ്പോൾ 1,30,000 ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. അടുത്ത സ്ലാബ് 2.5 ലക്ഷം വരെയുള്ള സ്ലാബാണ് അല്ലെ. പക്ഷെ ഇവർക്ക് ആകെ ഇൻകം 1,30,000 ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 5% സ്ലാബിൽ വരുന്ന ഇൻകം 1,30,000 എടുക്കുന്നു. 1,30,000 into 5%, that is rupees 6,500 അല്ലെ. വേറെ ഇനി ഇൻകം ഒന്നും ബാക്കിയില്ല. നമ്മൾ ബേസിക് ടാക്സ് നോക്കുമ്പോൾ 6,500 രൂപയാണ് ബേസിക് ടാക്സിന്റെ എമൗണ്ട് വരിക. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ റിബേറ്റിന്റെ എമൗണ്ട് ബാധകമാണോ? ഇവിടെ റിബേറ്റിന്റെ എമൗണ്ട് അപ്ലിക്കബിൾ ആണ് അല്ലെ. കാരണം എന്താണ്, ഇവരുടെ ഇൻകം 3,80,000 രൂപയാണ്. 5 ലക്ഷം വരെ ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എന്ന് പറയുന്ന ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാം? അത് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എത്ര എമൗണ്ട് ആണ് കുറക്കാൻ പറ്റുക. കുറക്കാൻ പറ്റുന്ന എമൗണ്ട് പറയുന്നത് ഇതാണ്: ആക്ച്വൽ എമൗണ്ട് ടാക്സ് പേയബിൾ. ഇവിടെ ആകുമ്പോൾ 6,500 ആണ് ടാക്സിന്റെ എമൗണ്ട് കൊടുക്കേണ്ടത് അല്ലെ. ആക്ച്വൽ ടാക്സ് പേയബിൾ rupees 6,500 ഓർ rupees 12,500 അല്ലെങ്കിൽ 12,500 രൂപ. അതിൽ ഏതാണോ കുറവെങ്കിൽ അത് കുറക്കാം. അപ്പൊ 6,500 ആണോ 12,500 ആണോ കുറവ്, ഏതാണോ കുറവ് വരുന്നെങ്കിൽ ആ എമൗണ്ട് ആണ് ഇവിടെ റിബേറ്റ് ആയിട്ട് അസസി ക്ലെയിം ചെയ്യാൻ പറ്റുക. സ്വാഭാവികമായിട്ടും ദ ലീസ്റ്റ് എമൗണ്ട് is rupees 6,500. So we are deducting the amount of rebate under section 87A, rupees 6,500. So the whole amount of tax is deducted by the amount of rebate. So there is no tax liability. ഈ ടാക്സ് ലയബിലിറ്റി 0 ആയതുകൊണ്ട് ഇനി ബാക്കിയൊന്നും പ്രസക്തി ഇല്ല. ഇനി സർചാർജിന്റെ എമൗണ്ട് പ്രസക്തി ഇല്ല, സെസ്സിന്റെ എമൗണ്ടും വരില്ല അല്ലെ. കാരണം ടാക്സിന്റെ മുകളിലാണ് ഈ സർചാർജ് സെസ് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള കേസ് ഒന്നും ഇനി വരുന്നില്ല. ഈ അസസി ആ വർഷം ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ ഇതാണ് റിബേറ്റുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഫാത്തിമ റിഫ്ന, ഇസ് ഇറ്റ് ഓക്കെ? Okay, sir. ഗാഥ, ക്ലിയർ ആണോ ഗാഥ? Okay, sir. Okay. So we are moving the next question. നമ്മൾ അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാണ്. തേർഡ് എക്സാമ്പിൾ. കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എക്സ്, ഏജ് 81 years for assessment year 2021-22 if his total income was rupees 25 lakh in previous year 2020-21. മിസ്റ്റർ എക്സ്, അദ്ദേഹത്തിന്റെ ഏജ് 81 വയസ്സാണ്. അപ്പോ അദ്ദേഹം ഒരു സൂപ്പർ സീനിയർ അല്ലെ, ഒരു വെരി സീനിയർ സിറ്റിസൺ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് 25 lakh rupees ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടാക്സ് ലയബിലിറ്റി എത്രയാണ് വരും? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, സൂപ്പർ സീനിയേഴ്സിന്റെ കേസിലാകുമ്പോൾ 5 ലക്ഷം രൂപ വരെ എക്സംഷൻ കിട്ടുന്ന ഒരു കാറ്റഗറി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു റേറ്റ് ഓഫ് ടാക്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്ലാബ് നോക്കുക, അപ് ടു rupees 5 lakh അല്ലെ, 5 ലക്ഷം വരെയുള്ള ഇൻകം. അത് മിനിമം എക്സംഷൻ ലിമിറ്റ് ആണ്, ടാക്സ് ഒന്നുമില്ല, നില്ലാണ് ടാക്സിന്റെ എമൗണ്ട്.
അടുത്ത സ്ലാബ് നെക്സ്റ്റ് റുപ്പീസ് 5 lakh. 25 lakh റുപ്പീസ് ഇൻകം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇനി 20 lakh റുപ്പീസ് കൂടെ ഇൻകം വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത സ്ലാബിൽ 5 ലക്ഷത്തിന്റെ സ്ലാബാണ്. ആ സ്ലാബ് പൂർണ്ണമായിട്ടും അപ്ലിക്കബിൾ ആണ്. 5 lakh into 20%. ദാറ്റ് ഈസ് റുപ്പീസ് 1 lakh. 10 ലക്ഷം രൂപയായി. ഇനിയും 15 ലക്ഷം രൂപ കൂടെ അദ്ദേഹത്തിന് ഇൻകം ബാക്കിയുണ്ട്. അപ്പൊ അടുത്ത സ്ലാബ് എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ സീനിയേഴ്സിന്റെ സൂപ്പർ സീനിയേഴ്സിന്റെ കേസിൽ ഫസ്റ്റ് സ്ലാബ് 5 ലക്ഷം വരെ നില്ല്, അടുത്ത 5 ലക്ഷം വരെ 20%. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട സീനിയർ സിറ്റിസന്റെ കേസിലാകുമ്പോൾ രണ്ടാമതൊരു സ്ലാബ് വേറെ വരുന്നുണ്ട് അല്ലെ. ആദ്യം 2.5 ലക്ഷം അത് നില്ല്, അടുത്തൊരു 5% സ്ലാബ് വേറെ വരുന്നുണ്ട്. അതിന് ശേഷമാണ് 20% സ്ലാബ് വരുന്നത്. അതേഴ്സിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ സൂപ്പർ സീനിയേഴ്സിന്റെ കേസിൽ എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സ്ലാബേ ഉള്ളൂ. അത് 20% വരുന്ന സ്ലാബാണ്. അത് കഴിഞ്ഞുള്ള എല്ലാ ഇൻകത്തിനും സെയിം റേറ്റ് ആണ് 30%. അപ്പൊ ഇവിടെ നമ്മൾ 25 lakh 10 lakh കുറച്ച് ബാക്കിയുള്ള 15 lakh റുപ്പീസ് ഉണ്ടാവും അല്ലെ. ആ 15 lakhനും 30% ടാക്സ് ആണ് വരിക. സോ റുപ്പീസ് 4,50,000. Then what could be the amount of basic tax? The basic tax amount is rupees 5,50,000. 5.5 ലക്ഷം രൂപയാണ് വരുന്നത് അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ റിബേറ്റിന്റെ എമൗണ്ട് ഒന്നും കിട്ടില്ല. 25 lakh റുപ്പീസ് ഇൻകം ഉണ്ട്. സർചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം 50 ലക്ഷം രൂപയിൽ താഴെ മാത്രമേ ഇൻകം ഉള്ളൂ. സർചാർജിന്റെ എമൗണ്ടും വരില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഈ 5,50,000 റുപ്പീസിന്റെ മുകളിൽ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിന്റെ എമൗണ്ട് ചാർജ് ചെയ്യേണ്ടി വരും. സോ ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. 4% ഓഫ് റുപ്പീസ് 5,50,000. ദാറ്റ് ഈസ് റുപ്പീസ് 22,000. Then the total amount is the tax liability. That is rupees 5,72,000. 5,72,000 rupees ആണ് ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന 81 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇനി എന്തെങ്കിലും ലാസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ജ്യോതിഷ് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. കാവേരി ക്ലിയർ അല്ലേ? കാവേരി ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സർചാർജ് സെസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കേസാണ്. നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ സൈഡിലേക്ക് വീണ്ടും പോവുകയാണ്. അതായത് നമ്മൾ ബേസിക് ടാക്സിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വേറെയും എമൗണ്ടുകൾ വരുന്നുണ്ട്. അതിൽ അവസാനത്തതാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന എമൗണ്ട്. മാർജിനൽ റിലീഫ് എന്താണ്? മാർജിനൽ റിലീഫ് നോക്കാം നമുക്ക്. മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡ്സ് റുപ്പീസ് 50 lakh or rupees 1 crore or rupees 2 crore or rupees 5 crore, the total amount payable as income tax and surcharge on such income shall not exceed the total amount payable as income tax on total income of rupees 50 lakh, rupees 1 crore, rupees 2 crore, rupees 5 crore by more than the amount of income that exceeds rupees 50 lakh, rupees 1 crore, rupees 2 crore and rupees 5 crore. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിലേക്ക് നോക്കി കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ തൊട്ടു മുമ്പിൽ നമ്മൾ സർചാർജുമായി ബന്ധപ്പെട്ടുള്ള കേസ് പറഞ്ഞു അല്ലെ. സർചാർജ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് 4 ടൈപ്പ് സർചാർജ് ആണ് നമ്മൾ കണ്ടത് അല്ലെ. 50 ലക്ഷം ലിമിറ്റ് നോക്കിയാണ്. 50 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി അല്ലെ. 50 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇത്ര, 1 കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ ഇത്ര, 2 കോടി രൂപയിൽ കൂടുതലാകുമ്പോൾ ഇത്ര, 5 കോടി രൂപയിൽ കൂടുതലാകുമ്പോൾ ഇത്ര. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞാല് സർചാർജ് കൊടുക്കേണ്ട ഒരാളെന്ന് പറയുന്നത് എന്താണ്? 50 ലക്ഷം രൂപയെങ്കിലും മിനിമം ഇൻകം ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സർചാർജിന്റെ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ടാക്സ്, ബേസിക് ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യും. നമ്മൾ പിന്നീട് ഇൻകം നോക്കും, എത്ര ഇൻകം ഉണ്ട് നോക്കും അല്ലെ. അപ്പൊ 50 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ആണ്, 1 കോടിയിൽ താഴെയാണെങ്കിൽ, ഒരു 65 lakh റുപ്പീസ് ഇൻകം ഉള്ള ആളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അദ്ദേഹത്തിന്റെ ടാക്സിന്റെ 10% നമ്മൾ അവിടെ അതിന്റെ സർചാർജ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യുക. ഇനി സർചാർജ് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ, സർചാർജ് ഉണ്ടായാൽ ആ സർചാർജ് ചാർജ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ടാക്സ് ഡിഡക്ഷൻ ആണ്. സർചാർജ് എന്ന് പറയുമ്പോൾ അധികം ടാക്സ് കൊടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അധികം ടാക്സ് കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് അവർക്ക് ടാക്സിന്റെ എമൗണ്ട് ഒന്ന് കുറക്കാൻ കഴിയും. ആ എമൗണ്ടിന് നമ്മൾ എന്ത് പറയാ? മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഓരോ സ്ലാബിലും പറഞ്ഞ ലിമിറ്റ് ഉണ്ട് അല്ലെ. 50 ലക്ഷം, 1 കോടി, 2 കോടി, 5 കോടി. ഈ പറഞ്ഞ ലിമിറ്റിനേക്കാൾ കൂടുതൽ ഇൻകം ഒരാൾക്ക് വന്നാൽ അതാത് റേറ്റ് പ്രകാരം അതിന് ടാക്സ് സർചാർജ് കൊടുക്കേണ്ടി വരും അല്ലെ.
ഇങ്ങനെ സർചാർജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്, ആ ലിമിറ്റ് കഴിഞ്ഞ് എത്ര എക്സസ് ഇൻകം വരുന്നുണ്ട്, ആ എക്സസ് ഇൻകത്തിനുള്ള ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യണം. ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ടാക്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്തതിന്റെ കൂടെ മൊത്തം സർചാർജിന്റെ എമൗണ്ട് കൂടെ കൂട്ടുക. ഇങ്ങനെ മൊത്തം സർചാർജിന്റെ എമൗണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എക്സസ് ഉള്ള ഇൻകത്തിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ടിനെ ഡിഡക്ഷൻ ആയിട്ട് റിലീഫ് ആയിട്ട് കുറക്കാൻ പറ്റും എന്നാണ് അതിന്റെ ചുരുക്കം. അപ്പൊ ഞാൻ അത് ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതാണ്. ഇപ്പൊ ഒരാളുടെ ഇൻകം നമ്മൾ നോക്കുക. ഒരാളുടെ ഇൻകം 60 ലക്ഷം രൂപയാണ് ഫോർ എക്സാമ്പിൾ. 60 lakh rupees ആണ് ഒരു അസസിയുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന്റെ ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് റഫായിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. സാധാരണ ഇൻഡിവിജ്വൽ ആണ്, അതർ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സ് റേറ്റ് ഒക്കെ ഉപയോഗിക്കുകയാണ്. അപ് ടു rupees 2,50,000 അല്ലെ, 2 ലക്ഷം രൂപ വരെ ടാക്സ് നില്ലാണ്, ടാക്സ് ഒന്നും വന്നിട്ടില്ല. ദെൻ അടുത്ത 2 ലക്ഷം രൂപക്ക് നെക്സ്റ്റ് rupees 2,50,000 എന്ന് പറയുന്നതിന് ടാക്സ് ബാധകമായത് 5% ആണ്. നമ്മൾ 5% നോക്കുകയാണ്. 5%. Then that is rupees 12,500, 12,500 രൂപ വരും. 5 ലക്ഷമായി അല്ലെ. ഇനി അടുത്ത 5 lakhന് 20% ടാക്സ് ആണ് വരുന്നത്. നമ്മൾ 20% കമ്പ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്കത് rupees 1 lakh ആണ് കിട്ടുന്നത്. ഇപ്പോൾ മൊത്തം 10 ലക്ഷം രൂപയായി. ഇനി ബാക്കിയുള്ളതിന് ഇനിയും 50 ലക്ഷം രൂപ കൂടെ ഇൻകം ബാക്കിയുണ്ട്. കാരണം 60 ലക്ഷം ഇതിന്റെ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ ബാക്കിയുള്ള 50 ലക്ഷം രൂപക്ക് എന്താണ് ടാക്സ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. 50 ലക്ഷം രൂപ ടാക്സ് എന്ന് പറയുന്നത് ഓൺ ബാലൻസ് അല്ലെ, ബാലൻസ് വരുന്ന 50 ലക്ഷം രൂപക്ക് അല്ലെ, 50 ലക്ഷം രൂപക്ക് ടാക്സ് വരും 30% 30% ആണ്. 30% എന്ന് പറയുമ്പോൾ rupees 15 lakh. നമ്മൾ മൊത്തം ഇദ്ദേഹത്തിന്റെ ടാക്സ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കിയാൽ എത്രയാണ് എമൗണ്ട് വരിക നോക്കാം അല്ലെ. 12,500 പ്ലസ് 1 lakh പ്ലസ് 15 lakh. അപ്പോ ഇവിടെ എത്ര വരും? 1,50,15 പ്ലസ് 16 lakh 12,500 അല്ലെ. അതാണ് ടാക്സിന്റെ എമൗണ്ട് വരിക. rupees 16 lakh 12,500 ടാക്സിന്റെ എമൗണ്ട് വന്നു. ഇനി ഇവിടെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 16,12,500 രൂപ എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഇദ്ദേഹത്തിന്റെ ബേസിക് ടാക്സ് എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ ഇദ്ദേഹത്തിന് സർചാർജ് ബാധകമാണ്. നമ്മൾ നോക്കണം, റിബേറ്റ് കിട്ടില്ല. കാരണം 60 ലക്ഷം രൂപ ഇൻകം, 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ട്, റിബേറ്റ് വരില്ല. പക്ഷെ ഇവിടെ സർചാർജിന്റെ എമൗണ്ട് ഇദ്ദേഹത്തിന് വരും. അപ്പൊ നമ്മൾ സർചാർജിന്റെ എമൗണ്ട് കൂടെ ആഡ് ചെയ്യണം. സർചാർജ് എത്ര സർചാർജ് വരിക? നമ്മൾ നേരത്തെ പറഞ്ഞു, ആ സ്ലാബ് നമ്മൾ കണ്ടു. 50 ലക്ഷം രൂപയിൽ കൂടുതലും 1 കോടി വരെയും ഉള്ള ആളാണ് 10% സർചാർജ് വരിക. ഒരാളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാൻ സുമേഷിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യും. സുമേഷിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യും സുമേഷ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളിവിടെ സർചാർജ് വേണം. അപ്പൊ 50 ലക്ഷം രൂപയിൽ കൂടുതൽ 1 കോടി വരെയുമാണെങ്കിൽ 10% സർചാർജ് വരും നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ സർചാർജിന്റെ എമൗണ്ട് നമ്മൾ പറഞ്ഞു, സർചാർജിന്റെ എമൗണ്ട് നമ്മൾ കൂട്ടുക. ഈ എമൗണ്ടിന്റെ മുകളിലാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 16,12,500 അല്ലെ എന്ന് പറയുന്ന എമൗണ്ടിന്റെ 10% നമ്മൾ സർചാർജ് ആയിട്ട് കൂട്ടുക. അപ്പൊ ആ എമൗണ്ട് ഇവിടെ നമുക്കറിയാൻ വരിക എമൗണ്ട് വന്ന ഒരു അസസിക്കാണ് മാർജിൻ റിലീഫ് ഉണ്ടോ ഇല്ലേ നമ്മൾ നോക്കുക. അപ്പൊ അത് ചെയ്യുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഈ സ്റ്റേജിൽ നമ്മൾ തൽക്കാലം ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്തൊരു കാര്യം, വെദർ ദിസ് അസസി ഈസ് എലിജിബിൾ ഫോർ മാർജിൻ റിലീഫ് ഓർ നോട്ട്. ദെൻ ഹൗ ടു കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് മാർജിൻ റിലീഫ്. മാർജിൻ റിലീഫ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇദ്ദേഹത്തിന് ബാധകമായിട്ടുള്ള സർചാർജ് കൊടുക്കുന്നതിനേക്കാൾ എത്രയാണ് എക്സസ് ഇൻകം വന്നിട്ടുണ്ട്. ലിമിറ്റ് 5 ലക്ഷം ആണെങ്കിൽ അപ്പോൾ 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇദ്ദേഹത്തിന് എത്ര ഇൻകം ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 60 lakh rupees ആണ് മൊത്തം ഇൻകം ഉള്ളത് അല്ലെ. അതിന് 50 ലക്ഷം കുറച്ചാൽ ബാക്കി 10 ലക്ഷം രൂപ എക്സസ് ഇൻകം വരും.
നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് 50 ലക്ഷമാണ്. അത് 10 അല്ലെ? ഈ 10 ലക്ഷം രൂപ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, ടാക്സ് കമ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10 ലക്ഷം രൂപ കഴിഞ്ഞ് എന്ത് ഇൻകം ഉള്ള ആളാണെങ്കിലും അവർക്ക് ബാധകമായ ടാക്സ് എത്രയാണ്? 30%. അപ്പോൾ 60 ലക്ഷം ടാക്സ് ഉള്ള ഈ അസസിക്ക്, ഇൻകം ഉള്ള അസസിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് 30% ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അധികമുള്ള ഇൻകം എടുത്തു എന്ന് പറഞ്ഞാൽ 50 ലക്ഷമാണ് ലിമിറ്റ് പറഞ്ഞത്, അതിനേക്കാൾ കൂടുതൽ ഇൻകം 10 ലക്ഷം രൂപയായിരുന്നു. ആ 10 ലക്ഷത്തിന് 30% നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും. ടാക്സ് 3 ലക്ഷം. സർചാർജിന്റെ സർചാർജ് എന്ന് പറയുമ്പോൾ നേരത്തെ കമ്പ്യൂട്ട് വെച്ച എമൗണ്ട് ഇവിടെയുണ്ട് സർചാർജ് അല്ലെ? എത്രയാണ് സർചാർജിന്റെ എമൗണ്ട്? ₹1,61,250. ആ എമൗണ്ട് നമ്മൾ ഈ പറഞ്ഞ എക്സസ് ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. 1,61,250 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഇവിടെ കിട്ടുന്ന എമൗണ്ട് 4,61,250 എന്ന് പറയുന്ന നമുക്ക് മൊത്തം എമൗണ്ട് കിട്ടുന്നത്. ഇനി ഇവിടെ ചെയ്യുന്ന കാര്യം ഇതാണ്, ഈ 4,61,250 കിട്ടിയത് മനസ്സിലായല്ലോ അല്ലെ? ഇയാൾ സർചാർജ് കൊടുക്കേണ്ടുന്ന ആ ലിമിറ്റ് എത്രയാണോ, ആ ലിമിറ്റ് കഴിഞ്ഞ് എത്ര ഇൻകം എക്സസ് ഉണ്ടായിരുന്നോ, ആ എക്സസ് ഉള്ള ഇൻകത്തിന് നമ്മൾ 30% ടാക്സ് ആദ്യം കമ്പ്യൂട്ട് ചെയ്തു. ഒന്നാമത്തെ എമൗണ്ട്. രണ്ടാമത്തെ എമൗണ്ട് എന്താണോ ഇദ്ദേഹം മൊത്തം കൊടുക്കേണ്ട, നമ്മുടെ കമ്പ്യൂട്ട് ചെയ്ത എമൗണ്ട് ഉണ്ട് ₹1,61,250. ആ രണ്ടും കൂടെ കൂട്ടി 4,61,250 കിട്ടി അല്ലെ? ഇത് നമ്മൾ മാർജിൻ റിലീഫ് കിട്ടുന്ന കേസ് എന്ന് പറയുന്നത്, ഈ 4,61,250 എന്ന് പറയുന്ന എമൗണ്ട് ഇദ്ദേഹത്തിന്റെ എക്സസ് ഉള്ള ഇൻകത്തെക്കാൾ കൂടുതലായിരുന്നുവെങ്കിൽ ആ ഡിഫറൻസ് എമൗണ്ടിന് റിലീഫ് എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 4,61,250 എന്ന് പറയുന്ന എമൗണ്ട് ഇദ്ദേഹത്തിന്റെ എക്സസ് ഇൻകത്തെക്കാൾ കുറവാണ്. എക്സസ് ഇൻകം എത്രയായിരുന്നു? 10 ലക്ഷമാണ്. 10 ലക്ഷം രൂപയേക്കാൾ കുറവാണ് ഈ എമൗണ്ട്. അപ്പൊ കുറവ് വരുന്ന സമയത്ത് എന്ത് കിട്ടില്ല? മാർജിൻ റിലീഫ് കിട്ടില്ല. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് എക്സസ് ആയിട്ട് വരുന്ന ഇൻകത്തെക്കാൾ കൂടുതലായിരുന്നുവെങ്കിൽ ആ അധികമായിട്ട് വരുന്ന എമൗണ്ട് എത്രയുണ്ടോ അതിന് നമ്മൾ റിലീഫ് എന്ന് പറയാം. ഈ എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് ഈ കിട്ടിയ എമൗണ്ട് ഫോർ എക്സാമ്പിൾ 14,61,250 ആയിരുന്നുവെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എക്സസിങ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ എമൗണ്ട് 40,61,250 അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലാണ്? ഇദ്ദേഹത്തിന്റെ അധികമുള്ള ഇൻകത്തെക്കാൾ കൂടുതലാണ് അല്ലെ? കാരണം 50 ലക്ഷം കഴിഞ്ഞ് അധികമുള്ള ഇൻകം 10 ലക്ഷമാണ്. ആ 10 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ എമൗണ്ട് ഇത് വരും എന്ന് പറയുമ്പോൾ ഈ എമൗണ്ട് 10 ലക്ഷം കുറച്ചാൽ മൈനസ് 10 ലാക്ക് കുറച്ചാൽ ബാക്കി വരുന്ന ഇൻകം ഉണ്ട് അല്ലെ? 4,61,250 എന്ന് പറയുന്ന ഒരു എമൗണ്ട് വരും. നമ്മൾ ഈ എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉണ്ടാകുന്ന കേസ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സസ് ഇൻകത്തിന് 30% ടാക്സും ടോട്ടൽ സർചാർജിന്റെ എമൗണ്ടും കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എക്സസ് ഉള്ള ഇൻകത്തെക്കാൾ അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ അധികമായിട്ട് വരുന്ന എമൗണ്ട് ആണ് മാർജിനൽ റിലീഫ്. അതേസമയത്ത് എക്സസ് ഇൻകത്തെക്കാൾ കുറവാണ് ഈ എമൗണ്ട് വരുന്നതെങ്കിൽ അസസിക്ക് എന്തുണ്ടാവില്ല? മാർജിനൽ റിലീഫ് ഉണ്ടാവില്ല. ഈ മാർജിനൽ റിലീഫ് എന്ന് പറയുമ്പോൾ പേ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു അഡീഷണൽ ടാക്സ് റിലീഫാണ്. ടാക്സിന് കിട്ടുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ആശ്വാസമാണെന്ത് മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന എമൗണ്ട്. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതാണ് മാർജിനൽ റിലീഫിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. ഈ സർചാർജ് കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലെ? ഇത് കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൽ നിന്ന് ആ റിലീഫിന്റെ എമൗണ്ട് നമ്മൾ കുറക്കണം. റിലീഫിന്റെ എമൗണ്ട് കുറച്ചിട്ട് അതിന് ശേഷം മാത്രം എന്ത് കമ്പ്യൂട്ട് ചെയ്യുക? എഡ്യൂക്കേഷൻ സെസ്സിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം ബേസിക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക, സർചാർജിന്റെ എമൗണ്ട് വരെ എടുക്കുക, എന്നിട്ട് പിന്നീട് നമ്മൾ എക്സസ് ഇൻകത്തിന്റെ ടാക്സും മൊത്തം സർചാർജും കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എക്സസ് ഇൻകത്തെക്കാൾ അധികമാണോ നോക്കുക. ആണെങ്കിൽ അധികമായിട്ട് വരുന്ന എമൗണ്ടിനെ റിലീഫ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത എമൗണ്ട് ഒന്ന് കുറക്കുക. കുറച്ച് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന്റെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാം. അന്നേരം കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ആ അസസിയുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ലുബിന ക്ലിയർ ആണ്. മീര ക്ലിയർ? മീര കേൾക്കുന്നില്ല? നന്ദകുമാർ ഒന്നുകൂടെ പറയണോ?
Okay, okay. Sure. One minute.